ഞാൻ എനിക്ക് 13 വയസ്സുള്ള കുട്ടിക്ക് ഒരു 3-4 ദിവസമായി തലവേദന ഇങ്ങനെ തുടങ്ങിയപ്പോ പനി ഒക്കെ കാണിച്ചു പറഞ്ഞിട്ട് എന്താ 4 നേരം പനിന്റെ ഗുളിക കൊടുക്കുന്നുണ്ടെങ്കിലും ആ ടൈം അതിന്റെ ഈ ഒരു ഗുളിക അടുത്ത പിന്നെ ആ ഫലം കഴിയുമ്പോഴേക്കും വീണ്ടും പനിക്കാണ് ഒരു ഭേദമില്ല. അപ്പൊ ഇനി എന്താ ചെയ്യാൻ? ഇപ്പൊ 2 ദിവസമായി മരുന്ന് കൂടി തുടങ്ങി വെച്ചു. 3 ദിവസത്തിനുള്ള മരുന്നാ തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒ പിയിൽ വന്ന് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മാഡം ചോദിച്ചിട്ടുള്ളത്. സത്യത്തിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. പനി 3 ദിവസത്തിൽ, അതിൻ്റെ ഇടയിൽ സാന്ദർഭികമായിട്ട് പറയുകയാണ്, പനി 3 ദിവസത്തിലധികമായാൽ കൃത്യമായ വൈദ്യസഹായം തേടണം. അപ്പോൾ നമ്മൾ പാരസെറ്റമോൾ പോലുള്ള മറ്റ് ഹോം റെമഡികളൊക്കെ, ഇഞ്ചിയാണെങ്കിലും തേനാണെങ്കിലും മറ്റ് നമ്മുടെ ഉമ്മമാർ നമുക്ക് പറഞ്ഞു തരുന്ന നെറ്റി നനച്ചിടുക, ടെപ്പിഡ് സ്പഞ്ച് പോലുള്ള സംഗതികളെല്ലാം അതിൻ്റെ ആയുസ് 3 ദിവസം കൊണ്ട് തീരും. 3 ദിവസത്തിനപ്പുറം പിന്നെ നമ്മൾ അതിനെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. 3 ദിവസത്തിന് മുകളിൽ വരുന്ന പനികൾ കൃത്യമായി ഡോക്ടറെ സമീപിച്ച് അതിന് ചികിത്സ തേടണം. കാരണം ഇപ്പോൾ ഒരു സീസണൽ ഔട്ട് ബ്രേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഫ്ലൂ നമ്മുടെ ചുറ്റുമുണ്ട്, ഒരു ഫ്ലൂ ലേക്ക് ഇൽനെസ് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതായിരിക്കാം. പക്ഷേ ബീയിങ് സെഡ് ദാറ്റ് തക്കാളിപ്പനി പോലുള്ള അസുഖങ്ങൾ ഇപ്പോൾ 13 വയസ്സായിട്ടുള്ള കുട്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബോർഡർ ലൈനിലുള്ള, അതായത് ഏജ് ഗ്രൂപ്പ് നോക്കുമ്പോൾ ഒരു പീഡിയാട്രിക് അഡൽറ്റിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടോ, ശരീരത്തിൽ എന്തെങ്കിലും പൊന്തിയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് മനസ്സിലാക്കി ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ. ഓക്കെ, ഡോക്ടറെ കാണിച്ചു തന്നായിരുന്നു? ഡോക്ടർ ഇന്നലെയാണ് കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലം കഴിയുമ്പോഴത്തേന് വീണ്ടും പണി തുടങ്ങി. മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ 4ാമത്തെ ദിവസമായി എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാകുമ്പോൾ നാളെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ നാളെ തന്നെ ഡോക്ടറെ വീണ്ടും പോയി റിവ്യൂ ചെയ്യണം. കാരണം ഡോക്ടർ പ്രാഥമികമായിട്ട് 4ാമത്തെ ദിവസം ചികിത്സിക്കുമ്പോഴും പ്രോബബ്ലി ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ കുട്ടിക്ക് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു പക്ഷേ ഡോക്ടർ ആവശ്യപ്പെടുകയാണെങ്കിൽ ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം. അത്തരം സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്ത്, കാരണം 5ാമത്തെ ദിവസം ആവുന്നതോടുകൂടി ആ വൈറൽ ഫീവർ ആണെന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മെല്ലെ പുറത്തു വരാം. അങ്ങനെയാണ് പറഞ്ഞത്. 2 ദിവസം തലവേദനയാണ് വന്നിട്ടുള്ളത്, പിന്നെയാണ് പനി വന്നത്. കുട്ടിക്ക് കലശലായ പനിയില്ലെങ്കിൽ തീവ്രമായ നിർജ്ജലീകരണം, അതായത് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഛർദിയാണ്, അങ്ങനെ പൂർണ്ണമായിട്ടും കിടപ്പിലല്ല, കുട്ടി എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 3 ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ.